ഏറെ ഭയപ്പാട് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 പിറന്നത് മുതൽ ഇപ്പോഴുള്ള ഈ ചെറിയ ദിവസങ്ങൾക്കിടയിൽ നമ്മൾ കേട്ട വാർത്തകളും വർത്തമാനങ്ങളുമൊക്കെ തീർച്ചയായും നമ്മളെ ഭയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ തന്നെയാണ്. 2025 തുടക്കത്തിൽ എൻ്റെ നാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയായത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചായിരുന്നു. കാടിറങ്ങി വന്ന ആനയും പുലിയുമൊക്കെ നാട്ടിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭയാനകമായ വർത്തമാനത്തെക്കുറിച്ച് കേൾക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ആളുകളൊക്കെ. പക്ഷേ ഇത്തിരി കൂടി കഴിഞ്ഞപ്പോൾ ആ വന്യമൃഗങ്ങളെക്കാൾ ഭീകരമാണ് കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരെന്ന തിരിച്ചറിവ് നമ്മുടെ ചർച്ചകളെ തന്നെ വഴിതിരിച്ചു വിടുകയുണ്ടായി. ഇപ്പോൾ ഏകദേശം എല്ലാവരും നിസ്സംഗരാണ്. പ്രതിഷേധങ്ങളില്ല, പോരാട്ടങ്ങളില്ല, ഒരുതരം നിസ്സഹായതയുടെ കാരണം നമ്മൾ അനുഭവിക്കുന്ന ഈ ഭീകരമായ അവസ്ഥ തന്നെയാണ്. എന്താണ് പരിഹാരമെന്ന് പറയാൻ സാധിക്കാത്ത, ആരോടാണ് പരാതി പറയേണ്ടത് എന്നറിയാത്ത, എവിടെയാണ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നറിയാത്ത ഒരുതരം നിസ്സംഗത. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സ്വന്തം വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ പോലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ ഞെട്ടിയുണരുന്ന അവസ്ഥ, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത പ്രയാസകരമായ ഒരു സാഹചര്യം. സത്യത്തിൽ നമ്മളൊക്കെ ഏറെ ഭയപ്പെടേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടേണ്ടവരല്ല എന്നുത്തരം പറയാം. കാരണം നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴേക്ക് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട സാഹചര്യങ്ങളല്ല. പല കാലത്തും പല ദേശത്തുമൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിച്ചു വരാറുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ സാഹചര്യങ്ങൾ ലോകത്ത് മുമ്പൊക്കെ പലപ്പോഴും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മോചനം നേടിയ നല്ല സുവർണമായ കാലഘട്ടങ്ങൾ പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കേണ്ടത് നമ്മുടെ യുവത്വത്തെക്കുറിച്ചാണ്, യുവതയെക്കുറിച്ചാണ്, യുവാക്കളിലുള്ള പ്രതീക്ഷകളെക്കുറിച്ചാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ വിരൽ ചൂണ്ടാറുള്ളത് നമ്മുടെ യുവതയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക ച്യുതികളെക്കുറിച്ചാണ്. പക്ഷേ നമ്മുടെ യുവത്വം, നമ്മുടെ കുട്ടികളുടെ കൗമാരം, യുവത്വം ഇതൊക്കെ വളരെ മനോഹരമാണ്. ഒരു നല്ല അജണ്ട അവർക്ക് പ്രവർത്തിക്കാൻ നല്ല ഒരു മേഖല നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടിക്ക് വീടില്ല എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കൂടെയുള്ള കുട്ടികൾ വിതുമ്പി. അവരുടെ ടീച്ചർ പ്രശ്നത്തിൽ ഇടപെട്ട്, ക്ലാസ് ടീച്ചർ. അങ്ങനെ ആ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ചേർന്ന് അവർ സമ്പത്തുണ്ടാക്കി അവരുടെ രക്ഷിതാക്കളോടും നാട്ടുകാരോടും പിരിച്ചെടുത്ത കാശ് കൊണ്ട് അവർ തങ്ങളുടെ സഹപാഠിക്ക് ഒരു വീട് പണിതതിൻ്റെ സാക്ഷിയാണ് ഞാൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞാൽ 14 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ്. ആ കുട്ടികളാണ് അവരുടെ കൂട്ടുകാരന് വീടില്ല എന്നറിഞ്ഞപ്പോൾ അവന് വീടൊരുക്കി കൊടുത്തത്. നമ്മുടെ നാട്ടിൽ മേപ്പാടിയിലെ ദുരന്തത്തിൽ പലപ്പോഴും മുറിഞ്ഞുപോയ മനുഷ്യന്മാരുടെ അവശിഷ്ടങ്ങൾ ഒഴുകി വന്നത് ചാലിയാർ പുഴയിലൂടെയായിരുന്നു. ആ അവശിഷ്ടങ്ങൾ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി ചാലിയാർ പുഴയിലൂടെ വളരെ ദുർഘടമായ വഴികളിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചത് പലപ്പോഴും 20 വയസ്സിന് താഴെയുള്ള നമ്മുടെ ചെറുപ്പക്കാരായിരുന്നു. കണ്ടുകിട്ടിയ ഒരുപക്ഷെ അഴുകിപ്പോയ മനുഷ്യാവശിഷ്ടങ്ങൾ അതിൻ്റെ ദുർഗന്ധം സഹിച്ചുകൊണ്ട് ഒരു തുണിയിൽ കെട്ടി ഭാണ്ഡമാക്കി തോളിൽ വെച്ച ഒരു വടിയുടെ തലക്കൽ കെട്ടിവെച്ചുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് കാടിറങ്ങിയാണ് അവർ ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലക്ഷ്യങ്ങൾ എത്തിച്ചത്. അതിൽ പങ്കെടുത്ത പല ചെറുപ്പക്കാരും പിന്നീട് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ്. കാരണം ഈ ദുർഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല എന്നായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു അജണ്ടയുണ്ടെങ്കിൽ, അവർക്ക് പ്രവർത്തിക്കാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് നല്ല കഴിവും ശേഷിയുമുണ്ട്. നോക്കൂ, ഈ റമദാൻ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ISMൻ്റെ പ്രവർത്തകരാണ്. നല്ല ചോരത്തിളപ്പുള്ള പ്രവർത്തകരാണ്.
ആ പ്രവർത്തകർ തീരുമാനിച്ചതാണ്. റമദാൻ മാസത്തിൻ്റെ ഒരു ദിവസത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി വയറു നിറയെ ഇസ്ലാമികമായ വിജ്ഞാനം നുകർന്ന് അതിൻ്റെ കൂടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകി ഒരു സംഗമം സംഘടിപ്പിക്കണമെന്ന ആ തീരുമാനം എത്ര ദിവസത്തെ കഠിനാധ്വാനം കൊണ്ടാണ്, എത്ര പ്രയാസം സഹിച്ചാണ്, എത്ര ദിവസം ഒരുമിച്ച് കൂടി, എത്ര ദിവസം നടന്ന് വിളിച്ച് ഇന്ന് ഈ സദസ്സ് കാണുമ്പോൾ അവരുടെ മനസ്സ് നിറയെ വല്ലാത്ത സന്തോഷമാണ്. കാരണം നിറഞ്ഞിട്ടുണ്ട്, കസേരകൾ ബാക്കിയില്ല, പുറത്താള് നിൽക്കുകയാണ്, ഭക്ഷണ സാധനങ്ങൾ തികയുമോ എന്ന ആശങ്കക്കപ്പുറം ഇത്രയും ആളുകൾ തങ്ങൾ വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി വന്നു എന്നത് തീർച്ചയായും ഇന്നത്തെ കാലത്ത് നല്ല ചൂടുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് തീർച്ചയായും അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ സഹോദരന്മാരുടെ കണ്ണുകളിൽ ചെറിയ ഭയപ്പാടിൻ്റെ ഒരു നിഴലുണ്ട് കേട്ടോ. നന്നായി ചിരിച്ച് സംസാരിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ സംസാരങ്ങളിൽ ഒരു ദുഃഖത്തിൻ്റെ ചെറിയ അലയൊലിയുണ്ട്. മറ്റൊന്നുമല്ല, 1,00,000 രൂപ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ അവർ കടക്കാരാകുമത്രേ. 1,00,000 രൂപ. ആ ചെറുപ്പക്കാർ ജീവിക്കുവാൻ വേണ്ടി അവരുടെ ജോലി ചെയ്ത് ആ കഷ്ടപ്പാടുകൾക്കിടയിൽ ഈ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കോ, അവർ ഇവിടെ നിന്ന് കടക്കാരായി പോകരുത്. അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കൊണ്ട് കഴിയാത്തത് ചെയ്യണ്ട, സാധ്യമാവാത്തത് ചെയ്യണ്ട. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒന്ന്, നമ്മുടെ കീശയിൽ നമ്മൾ കാത്തുവെച്ച കറൻസി നോട്ടിൽ നിന്ന് വളരെ ചെറുതല്ലാത്ത എന്നാൽ ഏറെ വലുതല്ലാത്ത ഒരു സംഖ്യ അവരെ ഏൽപ്പിച്ചാൽ തീർച്ചയായും അവരുടെ കടം വീടി ചിരിക്കുന്ന മുഖത്തോടെ അവരോട് യാത്ര പറഞ്ഞ് നമുക്ക് ഈ ഹാള് വിട്ടുപോകാം. വലിയ ഒരു ചാരിതാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അവരെ നിരാശരാക്കാതെ സഹായിക്കണമെന്ന് എൻ്റെ വിഷയത്തിൻ്റെ തുടക്കമെന്നോണം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യുവാക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു കാലത്ത് ഞാൻ തറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ യുവത്വം ഏറ്റവും നേരായ വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് തിന്മകൾ ചെയ്യാൻ ആഗ്രഹമില്ല, അവർ തെറ്റ് ചെയ്യാൻ കൊതിക്കുന്നില്ല. പക്ഷേ അവരെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അവർ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലുണ്ട് എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ തമ്മിലടിച്ച് തമ്മിൽ കൊന്ന് അവർ പക തീർക്കുകയാണ്. നമ്മുടെ കൗമാരങ്ങളും അതേപോലെ യുവത്വങ്ങളുമൊക്കെ ലഹരിയുടെ വെളുത്ത പുകയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുക എന്നത് ഒരു ചെറിയ സമയത്തിൻ്റെ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നിങ്ങളോടെല്ലാം പറഞ്ഞ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള നമ്മുടെ ചുങ്കത്തറയിലെ ഒരു അനാഥാലയമുണ്ടല്ലോ, നജാത്തുൽ അനാം. ആ സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള വല്ലാത്ത ഓട്ടത്തിലാണ്. നിങ്ങളിൽ പലരും അതിനെ സഹായിക്കാറുണ്ട്. ഒരു മുഖാമുഖം നിങ്ങളെ കാണുവാനും ആ സഹായം ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാനിവിടെ എത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളൊക്കെ 10ാം ക്ലാസ്സോ അതിനു മേലെയോ ഉള്ള നമ്മുടെ കുട്ടികളൊക്കെ പാറിയ മുടിയും കീറിയ കീശകളും കീറിയ ഡ്രസ്സുകളുമൊക്കെ ആയിട്ട് അവർ നമ്മുടെ റോഡിലൂടെ നടക്കുകയാണ്. പെരുന്നാളിന് വേണ്ടി അവർ എടുക്കുന്ന അവരുടെ പാൻറ്റിന് പോലും മിനിമം 16 ഓട്ടകളുണ്ട്. കീറിയ പാൻറ്റും പാറിയ മുടിയുമായിട്ട് അവർ നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദാരിദ്ര്യമാണ് അതിൻ്റെ കാരണം. ദാരിദ്ര്യം എന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമല്ല കേട്ടോ. അവർ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, അവർ ഈ കീറിയ പാൻറ്റുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, എടാ മോനെ ആ കീറിയ പാൻറ് ഇട്ട് പോകണ്ട, അത് മോശമല്ലേ, അതൊന്ന് അഴിച്ചു വെച്ച് നല്ല ഒരു പാൻറ് ഇട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാൻ ഒരു ഉമ്മയുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, എടാ ആ കീറിയ പാൻറ്റൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് ആ മുടിയൊക്കെ ഒന്ന് നന്നാക്കി മനുഷ്യന്മാരെ പോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയെന്ന് നമ്മുടെ മക്കളോട് പറയാൻ തൻ്റെ ഇടമുള്ള ബാപ്പമാരുടെ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട്. ഒന്നാമതായി ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവത്വം, നമ്മുടെ കൗമാരം അവരുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല. പെരും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളെ പുറത്തേക്ക് ഇറക്കി നിർത്തുമ്പോൾ, മക്കളെ മഴ നനയരുത് എന്ന് ആ മക്കളോട് പറയണമെങ്കിൽ ഒരു ചെറിയ കുടയെങ്കിലും അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേണ്ടേ മഴ നനയരുത് എന്ന് അവരോട് പറയാൻ. ഒരു കുട പോലും കൊടുക്കാതെ ഈ തിന്മയുടെ പെരും മഴ പെയ്യുന്ന ലോകത്തേക്ക് നമ്മുടെ മക്കളെ ഒരു കുട പോലും ഇല്ലാതെ ഇറക്കി നിർത്തിയിട്ട് മക്കൾ നനഞ്ഞിരിക്കുന്നു എന്ന് പരാതി പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കെന്ത് അവകാശമാണുള്ളത്? ധാർമ്മികമായി എന്ത് അധികാരമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മുടെ മക്കൾ പെരും മഴയത്തേക്ക്
ഇറങ്ങുകയാണ്. ലിബറൽ വാദത്തിൻ്റെ, നാസ്തികവാദത്തിൻ്റെ, ദൈവനിഷേധത്തിൻ്റെ, വൃത്തികെട്ട ലൈംഗികതയുടെ, അതേപോലെ ലഹരിയുടെ പെരുമഴയിലേക്കാണ് നമ്മുടെ കുട്ടികളും ചെറുപ്പവും ഇറങ്ങി സഞ്ചരിക്കേണ്ടത്. അവർക്ക് മഴ കൊള്ളാതിരിക്കാൻ, അവർ നനയാതിരിക്കാൻ, പെരുമഴയത്ത് അവർ നനഞ്ഞു പോകാതിരിക്കാൻ അവർക്കൊരു കുടയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മടിയിലൂടെ വളർന്നു വന്ന, തൻ്റെ തോളിലൂടെ വളർന്നു വന്ന, ചെറുപ്പത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന ചെറുപ്പക്കാരന്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. യാ അബ്ദല്ലാ, യാ അബ്ദല്ലാ. അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ പ്രവാചകനെ വിളിച്ചത് യാ ഗുലാം, എൻ്റെ പ്രിയപ്പെട്ട മോനെ എന്നാണ്. ആ പ്രിയപ്പെട്ട മോനെ എന്ന് വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ട മോന് അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. യാ ഗുലാം യഹ്ഫളില്ലാ യഹ്ഫളുക, യഹ്ഫളില്ലാ. എൻ്റെ മോനെ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം കേട്ടോ, എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിന് മഴ കൊള്ളാതെ, അള്ളാഹുവിന് തണുപ്പേൽക്കാതെ, അള്ളാഹു പട്ടിണി കിടക്കാതെ നോക്കലല്ലോ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ പടവുകളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട അനുജന, പ്രിയപ്പെട്ട അനുജത്തിമാരെ, സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ജീവിക്കുന്ന ലോകം ചതിയുടെ വല്ലാത്ത ലോകമാണ്. മാതാപിതാക്കളുടെ ഭദ്രതയിൽ നിന്ന് നിങ്ങളെ അടർത്തിയെടുത്തിട്ട് സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ ആനന്ദകരമായ അനുഭൂതി എന്ന് വിശേഷിപ്പിച്ച് മാതാപിതാക്കളുടെ അവരുണ്ടാക്കിയ ആ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക്, മതമുണ്ടാക്കിയ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക്, സമൂഹമുണ്ടാക്കിയ ഭദ്രതയുടെ മതിൽക്കെട്ടുകൾ ലംഘിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, സൂക്ഷിച്ചു നോക്കുക. കഴുകൻ കണ്ണുകരാണവർക്ക്. ആ കഴുകൻ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കൊത്തിവലിച്ചെടുത്ത് നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്ന, അതിന് കാത്തിരിക്കുന്ന ഒരു ജനതയാണ്, ഒരു സമൂഹമാണ് നിങ്ങളെ ഈ ഭൂമി ലോകത്ത് ഏറ്റവുമേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ കൺവട്ടത്ത് നിന്ന് പോലും നിങ്ങളെ അടർത്തിയെടുക്കുന്നത്. നോക്കൂ, നിങ്ങൾ 5 ആളുകളെ കൊന്നുകളഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ ഒരു സങ്കടത്തിൻ്റെ കഥ നമ്മൾ കേട്ടല്ലോ. ഈ ചുറ്റിക കൊണ്ട് തലക്കുള്ള അടിയേറ്റാണ് ആ ഉമ്മ തളർന്നു വീണത്. തൻ്റെ മകൻ രൗദ്രമായ മുഖത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ചുറ്റികയുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഉമ്മ കണ്ടതാണ്. ആ മകൻ്റെ ശക്തമായ കൈയും തൻ്റെ തലയിലേക്ക് വരുന്ന ആ ചുറ്റികയും തടയാൻ തൻ്റെ ദുർബലമായ കൈകൾ കൊണ്ട് ആ ഉമ്മ ശ്രമിച്ചതാണ്. പക്ഷേ തലക്കടിയേറ്റ് തല പൊട്ടി താഴെ വീഴുമ്പോൾ തൻ്റെ മകൻ്റെ അടി തടുക്കാൻ ആ ഉമ്മക്ക് സാധിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ ആ ഉമ്മക്ക് ബോധം തെളിഞ്ഞപ്പോൾ നാട് മുഴുവനും കാത്തു നിന്നത്. ഇതിൻ്റെ കാരണം ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാം. അല്ലാത്ത 5 പേരും മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മയാണ് ബാക്കിയായത്. എന്തിനാണ് ഈ മകൻ ഈ ക്രൂരത ചെയ്തത് എന്ന് ആ ഉമ്മയുടെ ചുണ്ടിൽ നിന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാധ്യമ ലോകത്തോട്, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കാത്തിരുന്ന പോലീസ് മേലധികാരികളോട് അവർ ചോദിച്ചു, ബോധം തെളിഞ്ഞ ഉമ്മയോട്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? മകൻ്റെ അടിയേറ്റാണ് താൻ വീണതെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെ മുമ്പിൽ തൻ്റെ മകൻ പ്രതിയാകുമോ എന്ന് പേടിച്ച ആ ഉമ്മ പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടതാണ്. ആ ഉമ്മ പറഞ്ഞത്, കട്ടിലിൽ നിന്ന് വീണിട്ടാണ് എൻ്റെ തലക്കു പറ്റിയത്, പരിക്കു പറ്റിയത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കു പറ്റിയതാണ്. മകനെക്കുറിച്ചോ മകൻ്റെ അടിയെക്കുറിച്ചോ ആ ഉമ്മ പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മാതാപിതാക്കളെ ഏറ്റവും വെറുക്കുന്നവരായി കണ്ട് മാതാപിതാക്കളുടെ ഉപദേശങ്ങൾക്ക് ചെറിയ വില പോലും കൽപ്പിക്കാതെ എൻ്റെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മാതാപിതാക്കളാണെന്ന് വിചാരിക്കുന്ന ചില മക്കളെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയുടെ മേലെ ആകാശത്തിന് കീഴെ നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച, ത്യാഗം സഹിച്ച, കഷ്ടപ്പാട് സഹിച്ച, ഇന്നും ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മാത്രം, നിങ്ങൾക്കറിയുമോ, ഒരു ബാപ്പ എന്നോട് പറഞ്ഞത്, എൻ്റെ മകൾക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ട്, മകൾ പ്രണയ കല്യാണമാണ്, എനിക്കൊരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവൾ പ്രണയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചാലും ഞാൻ അവന് കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല. അവളെ കൊന്നാലും ശരി, ഒരുപക്ഷെ ഞാൻ ജയിലിലായേക്കാം, ഒരുപക്ഷെ എന്നെക്കുറിച്ച് നീ കേൾക്കുന്നത് ജയിലിലെത്തി എന്നാവാം. അപ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നീയെങ്കിലും മനസ്സിലാക്കണമെന്ന് കണ്ണുനീരോടുകൂടി എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് 2 ആഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകളുടെ
മകളുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, പല കല്യാണത്തിൻ്റെ സദസ്സിലേക്കും നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ശ്രദ്ധയുണ്ടാവണം കേട്ടോ. നിക്കാഹിന് വേണ്ടി ചെല്ലുമ്പോൾ പൊന്നാര മകളുടെ മകൻ്റെ കല്യാണ ദിവസം ഈ ഭൂമിയുടെ മേലെ ഏറ്റവുമേറെ സന്തോഷിക്കേണ്ടത് ആ മാതാപിതാക്കളാണ്. പക്ഷേ പല കല്യാണങ്ങൾക്ക് വേണ്ടിയും സദസ്സിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ മുഖങ്ങൾ അത് വളരെയേറെ സങ്കടത്തിൻ്റെ മുഖങ്ങളാണ്, മേഘം മൂടിയ മുഖങ്ങളാണ്. സന്തോഷങ്ങളില്ല, ചിരികളില്ല, ആർഭാടങ്ങളില്ല. കാരണം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ ഹൃദയത്തെക്കാൾ സ്നേഹിച്ചു വളർത്തിയ പൊന്നാര മക്കളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ബാപ്പ അനുഭവിക്കുന്ന നൊമ്പരം, ഒരു ഉമ്മ അനുഭവിക്കേണ്ട വേദന. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചില പെൺകുട്ടികളൊക്കെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ ഇഷ്ടം അവൻ്റെ കൂടെ ജീവിക്കലാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഇഷ്ടമാണ് പ്രധാനമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് അത് സമ്മതിച്ചു തന്നുകൂടാ എന്ന് ധാർഷ്ട്യത്തോടെ ചോദിക്കുന്ന ചില മക്കളെയൊക്കെ കാണാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കരയുന്നതോ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുന്നതോ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ഒരു പ്രയാസം പോലും താങ്ങാനാവാത്ത മക്കൾ നിങ്ങൾ അലറിക്കളഞ്ഞിട്ട് കരഞ്ഞിട്ടും വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? ഇൻഷാ അല്ലാ നിങ്ങളൊരു വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറെ വൈകാതെ നിങ്ങൾ തിരിച്ചറിയും, എൻ്റെ ബാപ്പ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് സങ്കടത്തോടു കൂടി പറയുന്ന ഒരു നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ. പിന്നെ ഒരിക്കൽ ഒരു മകൾ ഒരു ബാപ്പയോട് പറഞ്ഞത്രേ, ബാപ്പ മകൾ ഇഷ്ടപ്പെട്ട ഒരുത്തന് ബാപ്പ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത് അവസാനം കുടുംബം താറുമാറായി മകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ബാപ്പാൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞു അത്രേ, ബാപ്പ ഈ ബന്ധത്തിൽ അപകടമുണ്ട് എന്ന് എനിക്ക് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത് കല്യാണം കഴിച്ചു തരികയില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ രണ്ടടിയടിച്ച് എന്നെ വേദനിപ്പിച്ചിരുന്നുവെങ്കിൽ ബാപ്പ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറയുമായിരുന്നല്ലോ. എന്തേ ബാപ്പ നിങ്ങൾ എന്നെ അടിക്കാഞ്ഞത് എന്ന് ബാപ്പയുടെ മുമ്പിലിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ ഒരു മകളുടെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്, ഒന്നാമതായി നമ്മുടെ യുവത്വം പ്രതീക്ഷയുടെ യുവത്വങ്ങളാണ്. നല്ല മനസ്സാണവർക്ക്. ഞാൻ ആ യുവാക്കളുടെ കൂടെ ജീവിക്കുന്ന ഒരു എളിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ നന്മകൾ എനിക്കറിയാം. മുടി വെട്ടാതെ കാട് പിടിച്ച മുടിയുമായി ക്ലാസ്സിലേക്ക് സ്ഥാപനത്തിലേക്ക് ചേരാൻ വന്ന മകൻ, ആ മകനെ മുന്നിൽ നിർത്തി ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, എല്ലാ യോഗ്യതകളും ഉള്ളവനാണ് ചേരാൻ, പക്ഷേ ഈ മുടിയുമായി ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ അവനെ ചേർക്കുകയില്ല. ഉമ്മയുടെ മുഖം ആകെ മങ്ങിപ്പോയി. ഉമ്മ പറഞ്ഞു, ഉസ്താദെ ഒരുപാട് കാലമായി ഞാൻ പറയുന്നു ആ മുഖമൊന്ന് മുടിയൊന്ന് വെട്ടിവരാൻ, അവൻ വെട്ടുന്നില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ മകനെ വിളിച്ച് ഒരു 5 മിനിറ്റ് സംസാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആ മുടി വെട്ടി വന്നാൽ ഒപ്പിട്ട് നിനക്ക് ഈ സ്ഥാപനത്തിലേക്ക് കയറാം. ഒട്ടും മടിയില്ലാതെ ഉമ്മയുടെ പേഴ്സിൽ നിന്ന് 200 രൂപ എടുത്ത് ആ മകൻ പോയി മുടി വെട്ടി വന്നു. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾ നല്ല മക്കളാണ്, പക്ഷേ ആ നല്ല മക്കളോട് സംസാരിക്കാൻ ഒരു രീതിയുണ്ട്, അവരോട് പെരുമാറാൻ ഒരു രീതിയുണ്ട്. നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല അവരുടെ ജീവിതം. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വലിയ ഒരു ആഗ്രഹം, എൻ്റെ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ ഓർഫനേജിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കേട്ട ഒരു ഇഷ്ടമായിരുന്നു, വേറെ ഒന്നുമല്ല, പൊറാട്ടയും ചാപ്സും കഴിക്കുക. പഴയ കാലത്ത് ഒരു 40ൻ്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാർക്കറിയാം എന്താണ് പൊറാട്ടയും ചാപ്സിൻ്റെയും പ്രാധാന്യം. അന്നത്തെ ഹോട്ടലുകളിലെ ഏറ്റവും വില കൂടിയ ഭക്ഷ്യവിഭവങ്ങളിൽ ഒന്നാണ്, ആരും അവൻ്റെ സ്റ്റാറ്റസ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവിഭവമാണ് പൊറോട്ടയും ചാപ്സും. അങ്ങനെ പൊറോട്ടയും ചാപ്സും കഴിക്കണമെന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ കയ്യിൽ കാശില്ല. 2, അത് കിട്ടുന്ന ഹോട്ടലുകളൊന്നും എൻ്റെ നാട്ടിലോട്ട് ഇല്ലതാനും. 8ാം ക്ലാസ് കഴിഞ്ഞു, പൊറാട്ടയും ചാപ്സും കിട്ടിയിട്ടില്ല. 9ാം ക്ലാസ് കഴിഞ്ഞു, പൊറാട്ടയും ചാപ്സും കിട്ടിയിട്ടില്ല. 10ാം ക്ലാസ്സിൻ്റെ ഒടുവിൽ ഒരു സുവർണാവസരം ഉണ്ടായി. ഞങ്ങളുടെ സ്കൂളിൽ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്താൽ ഇത്ര ബുക്ക് ബൈൻഡ് ചെയ്താൽ ഇത്ര പൈസ കിട്ടുമെന്നവർ അങ്ങനെ കുറച്ചൊക്കെ ബുക്ക് ബൈൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പൊറാട്ടയും ചാപ്സും കഴിക്കാനുള്ള പണമെത്തി. അങ്ങനെ ഇനി എവിടെ നിന്നാണ് കിട്ടുക? അവസാനം കൂട്ടത്തിൽ ഇത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരാൾ പുറത്തു പോയിട്ട് അന്വേഷിച്ച് എടവണ്ണയിലെ ഒരു ഹോട്ടലിൽ പൊറാട്ടയും ചാപ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ പോയി പൊറാട്ടയും ചാപ്സും കഴിച്ചു. എനിക്ക് അന്ന് വരെ ഈ ചാപ്സിനോട് വല്ല ബഹുമാനമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അതിനോടൊട്ടും ബഹുമാനമില്ല. കാരണം അന്ന് എനിക്ക് കിട്ടിയ ചാപ്സ് നല്ല 1ാം നമ്പർ എല്ലിൻ്റെ ഒരു കഷ്ണമായിരുന്നു. ഒരു ഇറച്ചി കഷ്ണം പോലും അതിലില്ല. അതുകൊണ്ട് ആ സാധനത്തോട് എനിക്ക് വെറുപ്പാണെങ്കിലും അന്ന് അത് കഴിക്കാൻ വേണ്ടി ഞാൻ അനുഭവിച്ച ഒരു ത്യാഗമുണ്ട്. ഞാൻ അത് പറഞ്ഞ എന്താ നിങ്ങൾ, 8ാം ക്ലാസ്സിലുണ്ടായ ആഗ്രഹം അത് പൂർത്തിയായത് 3 കൊല്ലത്തിന് ശേഷം 10ാം ക്ലാസ്സിലാണ്.
അതായിരുന്നു ഒരു തലമുറ. നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കും, പിന്നെ നീണ്ട കാലത്തിന് ശേഷം മാത്രമേ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കൂ. അതിൻ്റെ ഇടയ്ക്ക് ആ ആഗ്രഹം തെറ്റാണെന്നറിയാൻ പിന്മാറാൻ അവസരമുണ്ടായിരുന്നു. ആ ആഗ്രഹം നല്ലതല്ല എന്നറിഞ്ഞാൽ മാറിപ്പോകാൻ അവസരമുണ്ടായിരുന്നു. അതിൻ്റെ ശരിതെറ്റുകൾ ചിന്തിച്ച് നല്ലതാണെങ്കിൽ ചെയ്യാനും വേണ്ടെങ്കിൽ തിരസ്കരിക്കാനും, പ്രണയം പോലെയുള്ള കേസുകളിലൊക്കെ തിരസ്കരിക്കാനും സ്വീകരിക്കാനും ഒരുപാട് സമയമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. എന്തെങ്കിലും എന്ന് തോന്നിയാൽ ആ സെക്കൻഡിൽ അവൻ്റെ മൊബൈൽ ഫോണിൽ ഒന്ന് അമർത്തിയാൽ അവൻ ആഗ്രഹിച്ചത്, അത് ചാപ്സാണെങ്കിലും പൊറാട്ടയാണെങ്കിലും പെണ്ണാണെങ്കിലും മദ്യമാണെങ്കിലും ലഹരിയാണെങ്കിലും എന്താണെങ്കിലും സെക്കൻഡ് കൊണ്ട് അവൻ്റെ മുമ്പിലേക്ക് വന്നു വീഴുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഒരു കാര്യത്തിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്ത പല കുട്ടികളെയും ചേർത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ഒന്നാമത്തെ വാക്കെന്താരോ, ഉസ്താദെ പറ്റിപ്പോയി, ഞാൻ അത്രത്തോളം ചിന്തിച്ചില്ല, ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ ഒരറിവ് കിട്ടിയിട്ടില്ല. KG ക്ലാസ് മുതൽ PG ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ പേജുകൾ ഒഴിവുണ്ടെന്ന് മറിച്ച് നോക്കണം. ആ പുസ്തകത്തിൽ എവിടെയും ധാർമ്മികത പഠിപ്പിക്കുന്നില്ല, മാനവികത പഠിപ്പിക്കുന്നില്ല, മനുഷ്യത്വം പഠിപ്പിക്കുന്നില്ല. നമ്മളാകെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശമാണ്. മോഹൻലാലിൻ്റെ പരസ്യപ്പലകയിൽ ഒരു കോഴ്സിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? 21-ാം വയസ്സിൽ ജീവിതം സെറ്റാവണം, 21-ാമത്തെ വയസ്സിൽ പഠിച്ച് ജോലി കിട്ടി ശമ്പളം വാങ്ങി സ്വദേശത്തോ വിദേശത്തോ നമ്മുടെ മകൻ ഒരു ശമ്പളക്കാരനാവണം, നമ്മുടെ മകൾ ശമ്പളം പറ്റുന്നവളാവണം. എന്നിട്ട് നാട്ടുകാരോട് പറയണം, എൻ്റെ മകന് ഇന്നയിടത്താണ് ജോലി, എൻ്റെ മകൾക്ക് ഇത്രയാണ് ശമ്പളമെന്ന് അഭിമാനത്തോടെ നാട്ടുകൂട്ടത്തിൻ്റെ മുമ്പിൽ പറയുക എന്നതിനപ്പുറം ഞാൻ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ മകനോ മകളോ ഒരു മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ കരിക്കുലം, നമ്മുടെ മക്കൾ പഠിക്കുന്ന സിലബസ് ഉണ്ടല്ലോ, അവരുടെ കരിക്കുലം ഉണ്ടല്ലോ, അത് അവരുണ്ടാക്കിയതല്ല, അവർ പഠിക്കുന്നു, നമ്മളാണ് ഉണ്ടാക്കിയത്, നമ്മുടെ തലമുറയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ തലമുറയിൽ നന്മയുടെ പാഠങ്ങളില്ല, മനുഷ്യത്വത്തിൻ്റെ പാഠങ്ങളില്ല, ബാപ്പയെ ഉമ്മയെ ആദരിക്കണമെന്ന പാഠങ്ങളില്ല, സഹോദരനെ സഹായിക്കണമെന്ന പാഠങ്ങളില്ല. ആ പാഠപുസ്തകങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് എത്ര പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗം എന്താണ് എന്നതു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയും, ഇവിടുത്തെ മതപ്രബോധകരോട് പറയും, ഇവിടുത്തെ നാട്ടുകാരണവന്മാരോട് പറയും, ഇവിടുത്തെ പൊതുപ്രവർത്തകരോട് പറയും, നിങ്ങളാണ് കുറ്റക്കാർ. ഒരു തലമുറ വഴിയറിയാതെ ഏത് ദിശയിലൂടെ സഞ്ചരിക്കണമെന്നറിയാതെ പറയാനുള്ളത് പറഞ്ഞു തീർക്കാതെ അടിച്ചു തീർത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന തട്ടിലേക്ക് ഒരു ജനത മാറിയിട്ടുണ്ടെങ്കിൽ, ധാർമ്മികതയുടെ ഉൾക്കരുത്തില്ലാത്ത ഒരു ജനതയായി അവർ മാറാനുള്ള കാരണം അവരെ വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ നിസ്സംഗതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. നോക്കൂ, നമ്മൾ ഇന്ന് നോമ്പ് നോറ്റിരിക്കുന്നു. നമ്മൾ എപ്പോഴാണ് നോമ്പ് ആരംഭിച്ചത്? അത്താഴം കഴിച്ചുകൊണ്ടാണ് നോമ്പ് ആരംഭിച്ചത്. അത്താഴത്തിന് വേണ്ടി എപ്പോഴാണ് നമ്മൾ എണീറ്റത്? ഒരിക്കലും നമ്മൾ എണീക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമയത്താണ് അത്താഴത്തിന് വേണ്ടി എണീറ്റത്. ഈ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ അറിയാലോ, ചോറൊക്കെ ചൂടാക്കി വെച്ച് ഉമ്മ വിളിക്കും, എടാ എണീക്ക്, എടി എണീക്ക്, അത്താഴം കഴിക്കണ്ടേ. എത്ര വെറുപ്പോട് കൂടിയാണ് നമ്മൾ ആ ശബ്ദം കേൾക്കാറ്. നോമ്പ് നോൽക്കണമല്ലോ എന്ന നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം ആ സമയത്ത് നമ്മൾ എണീക്കുന്നത്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്താ അറിയോ? ചോറ് തിന്നണം. ചോറ് തിന്നുക എപ്പെന്നറിയോ? പുലർച്ചെ 4 മണിക്ക്. നാടന്മാർ പറയാറുണ്ട്, കുറുക്കന്മാർ പോലും ഒന്നും തിന്നാൻ ഇഷ്ടപ്പെടാത്ത ആ സമയത്ത് എണീറ്റിട്ട് ചോറും താളിപ്പും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ തിന്നുകയാണ്, നിർബന്ധമായി തിന്നുകയാണ്. നേരം പുലർന്നു, ഇപ്പം സമയം 5 മണിയായി. എത്ര വട്ടം വെള്ളം കുടിക്കുന്ന സമയം കഴിഞ്ഞു, എത്ര വട്ടം ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞു, എത്ര വട്ടം ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ കാശുണ്ട്, ചായ കിട്ടുന്ന സ്ഥലം നമുക്കറിയാം, ചോറ് കിട്ടുന്ന സ്ഥലം നമുക്കറിയാം, വെള്ളം കിട്ടുന്ന സ്ഥലം നമുക്കറിയാം. പക്ഷേ പടച്ച റബ്ബ് പറഞ്ഞു, കുടിക്കരുത്, ദാഹിക്കും കുടിക്കരുത്, വിശക്കും തിന്നരുത്. ഞാൻ മഹർ കൊടുത്ത്, ഞാൻ കെട്ടിക്കൊണ്ടുവന്ന്, ഞാൻ ചെലവിന് കൊടുക്കുന്ന എൻ്റെ ഭാര്യയുണ്ട് വീട്ടിൽ. എൻ്റെ റബ്ബെന്നോട് പറഞ്ഞത്, നീ പകൽ സമയത്ത് അങ്ങോട്ട് പോകരുത് എന്നാണ്. എൻ്റെ ഭാര്യയാണ്, എനിക്കെങ്ങനെയും കൂടെ ജീവിക്കാൻ അധികാരമുള്ള ഭാര്യയാണ്. റബ്ബ് പറഞ്ഞു പോകരുത്, ഞാൻ പോയിട്ടില്ല. ദാഹിച്ചിട്ടും വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു, വിശന്നിട്ടും ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു. വിശക്കാത്ത സമയത്ത്, വിശപ്പില്ലാത്ത സമയത്ത്, തിന്നാൻ ഇഷ്ടമില്ലാത്ത സമയത്ത് തിന്നണമെന്ന് പറഞ്ഞു. നമ്മൾ തിന്നു. എന്നിട്ട് ആ നിയമങ്ങൾക്ക് താഴെ അല്ലാഹു തആല ഒരടിക്കുറിപ്പെന്നോണം കുറിച്ചു വച്ച ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ?
യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, എളുപ്പമാണെങ്കിൽ അല്ലാഹ് ഈ നോമ്പ് രാത്രിയാക്കി കൂടായിരുന്നോ? മഗ്രിബ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് നോൽക്കുക, സുബൈ നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുക, എന്തൊരു എളുപ്പമായിരുന്നു. അത്ര എളുപ്പമുള്ളൊരു സമയം ഉണ്ടായിട്ട് പിന്നെന്തേ നോമ്പ് പകലിലേക്ക് മാറ്റിയത് എന്ന് ചോദിച്ച ഒരു സഹോദരനെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ അല്ലാഹു പറഞ്ഞ ആ എളുപ്പം എന്താണെന്ന്? അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമുണ്ടാക്കാനല്ല എന്ന് പറഞ്ഞ എളുപ്പം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും നല്ലത് ചെയ്യാനും സ്വർഗത്തിലേക്ക് പോകാനും ഒരു മനുഷ്യന്റെ യാത്രയെ എളുപ്പമാക്കുക. അല്ലാഹു എനിക്ക് അനുവദിച്ച പച്ചവെള്ളം, ആ വെള്ളം പോലും റബ്ബ് കുടിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഒരിക്കലും കുടിക്കരുതെന്ന് പറഞ്ഞ മദ്യത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പോവുക? എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എനിക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണം അല്ലാഹു എന്നോട് ഒരു കാരണവുമില്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാഹു ഹറാമാക്കിയ ഒരു ഭക്ഷണം ഞാൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിക്കാൻ പോവുക? ഞാൻ മഹർ കൊടുത്ത് കെട്ടിയ എൻ്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ അവളുടെ അടുത്തേക്ക് പോകരുത് എന്ന് എൻ്റെ റബ്ബനോട് പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഹറാമാക്കിയ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് പോകാതിരിക്കുക? അഥവാ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ എന്നെ പ്രാപ്തനാക്കുക എന്നതാണ് ഈ കൃത്യമായ നിയമങ്ങളിലൂടെ പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നത്. ഓരോ റമളാൻ മാസവും ഒരു കൊല്ലത്തിൽ മടങ്ങി വരികയാണ്. ഹജ്ജ് പോലെ കൊല്ലത്തിൽ ഒരിക്കലല്ല കേട്ടോ റമളാൻ, ഓരോ കൊല്ലത്തിലും റമളാൻ ആവർത്തിച്ചു വരുന്നുണ്ട്. എന്തിനാണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിനെ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യൽ എളുപ്പമാവാൻ. ഞാൻ അരീക്കോട് സുല്ലമസ്സലാമിൽ പഠിക്കുന്ന സമയത്ത് അവിടെ MSP ക്യാമ്പുണ്ട്, പോലീസ് ക്യാമ്പുണ്ട്. ആ ക്യാമ്പിൽ ചില സമയത്തൊക്കെ ഞങ്ങൾ കാറ്റുകൊള്ളാൻ വേണ്ടി ആ കുന്നിൻ്റെ മേലെ കയറി നിൽക്കാറുണ്ട്. ആ MSP ക്യാമ്പിലെ പോലീസാവാൻ പരിശീലനം നേടുന്ന ചെറുപ്പക്കാർക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന ചില ശിക്ഷകൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഭാരമുള്ള തോക്ക് ഉയർത്തിപ്പിടിച്ച് 400 മീറ്റർ അകലം ട്രാക്ക് വരക്കാൻ സാധിക്കുന്ന ആ മൈതാനത്തിന് ചുറ്റും അവരെ ഓടിക്കുന്നത് കാണിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാരോട് ദേഷ്യം തോന്നാറുണ്ട്. എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ഇത്രയേറെ കഷ്ടപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ശരിയായ ദിശയിൽ പോകണമെങ്കിൽ, കൃത്യമാവണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിങ്ങളോട് വർത്തമാനകാലത്തെ ചില കഴുകന്മാർ പറഞ്ഞു വെച്ച വാക്കുണ്ട്. നമ്മുടെ ശരീരം നമ്മുടേതാണ്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അത് നമുക്കിഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാം, അതാണ് സ്വാതന്ത്ര്യമെന്ന് അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ ഓഫീസിലേക്കുള്ള യാത്രയിൽ ധൃതിപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുക, എന്തിനാ എത്ര ധൃതിപ്പെട്ടു പോകുന്നത്? അവർ പറയും, 8 മണിക്ക് ഓഫീസിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല. അതൊന്നും വേണ്ട, നമ്മുടെ ജോലിയല്ലേ, നമ്മുടെ ശരീരമല്ലേ, ഒരു 8:10 സൈൻ ചെയ്താൽ പോരെ, എന്തിനാ ധൃതിപ്പെട്ട് കഷ്ടപ്പെടുന്നത്? അത് പറ്റൂല. 8 മണിക്ക് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവുകയില്ല. 8 മണിക്ക് ഒപ്പിടണമെന്ന ആ നിയമം ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാൻ വേണ്ടി അവരോടുകയാണ്. അവരാണ് നമ്മളോട് പറയുന്നത് എന്തെന്നറിയോ? നിയമങ്ങളൊന്നും വേണ്ട, മതത്തിൻ്റെ നിയമങ്ങൾ വേണ്ട, മാതാപിതാക്കളുടെ നിയമങ്ങൾ വേണ്ട, നമുക്ക് സ്വതന്ത്രരാവാം. ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവർ നല്ല ചൂട് കൊണ്ട് വേർത്തിട്ടുണ്ട്, നല്ല ചൂടാണ്, ഇത്തിരി കുപ്പായത്തിൻ്റെ ഭക്ഷണം കഴിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് കുപ്പായത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളിലിരുന്നൂടെ, ഇത്ര പ്രയാസമുണ്ടോ? അവർ പറഞ്ഞത്, ജോലി സമയത്ത് കുപ്പായത്തിൻ്റെ ഭക്ഷണം കഴിച്ചാൽ ടൈ ഒന്ന് അയച്ചു കെട്ടിയാൽ ഫൈൻ അടക്കണം, അത്രയും കർശനമാണ് ഞങ്ങളുടെ കമ്പനി എന്നാണ്. ഒരു നല്ല ആശുപത്രിയിലേക്ക് നിങ്ങൾ കയറി അന്വേഷിക്കുക, ആ ആശുപത്രിയിലെ നിയമങ്ങൾ കർശനമായിരിക്കും. ഒരു നല്ല ഹോട്ടലിൽ നിങ്ങൾ കയറുക, ആ ഹോട്ടലിലെ മാനേജ്മെൻറ്റ് നിയമങ്ങൾ കർശനമായിരിക്കും. കൃത്യമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി നോക്കുക, അവിടുത്തെ നിയമങ്ങൾ കർശനമായിരിക്കും. ഒരു എയർപോർട്ടിലോ ഒരു തീവണ്ടി ആഫീസിലോ നിങ്ങൾ കയറി നോക്കുക, നിയമങ്ങൾ വളരെ വളരെ കർശനമായിരിക്കും. നിയമങ്ങളില്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് ആരാണോ നിയമങ്ങളെ പൊളിക്കാൻ തീരുമാനിക്കുന്നത് അവർ ഗുണകാംക്ഷികളല്ല, അവർ വഞ്ചകന്മാരാണ്. ഞാനൊരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ വൈകുന്നേരം അവിടെ ഒരു കളി നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്രൗണ്ടാണ്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൂടാ, ഒരു നടുമുറ്റം പോലെ ഒരു മുറ്റമാണ്. അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ മട്ടൽ ബാറ്റാക്കിയിട്ട് കടലാസ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ പന്ത് കൊണ്ടാണ് അവർ കളിക്കുന്നത്. രസമുണ്ട് അവരുടെ കളി കാണാൻ. ഒരുത്തൻ അടിച്ചപ്പോൾ അവർ
അവരുടെ ചെറിയ ഗ്രൗണ്ടിൻ്റെ മതിലിൻ്റെ പുറത്ത് കാട് മൂടി കിടക്കുന്ന പ്രദേശമാണ്. വലിയ ആൾപ്പാർപ്പില്ലാത്ത ഒരു കുന്നിൻ്റെ ചെരുവാണ്. അവിടേക്ക് ഈ കുട്ടി പന്തടിച്ചപ്പോൾ മതിലിൻ്റെ അപ്പുറത്തൂടെ ആ പന്ത് അപ്പുറത്തേക്ക് പോയി. ഞാൻ കൈയടിച്ചു, 6 റണ്ണ് കിട്ടിയല്ലോ. പക്ഷേ അവിടെ കളി നിയന്ത്രിക്കുന്ന അമ്പയർ ഉണ്ട്. അമ്പയർ ഔട്ട് വിളിച്ചു. അതെന്താ ഔട്ടായത്? കളി തുടങ്ങും മുമ്പേ അവരൊരു നിയമം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് പന്ത് അടിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പന്ത് പോയാൽ ആ പന്ത് തിരിച്ചു കിട്ടൂല. അവരുടെ കളി അന്നത്തോടെ തീരും. അതുകൊണ്ട് അവരൊരു കളി നിയമം വെച്ചിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ ഏത് കളിക്കാരനും മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ചെറുതായിട്ടേ അടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന അടി അടിച്ചാൽ അവൻ കളിയിൽ നിന്ന് പുറത്താകും. ഇവൻ കളിയിൽ നിന്ന് പുറത്തായി. അതൊരു നിയമമാണ്. ആ നിയമമില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ പറ്റൂല. പന്ത് കിട്ടുന്നവൻ ആഞ്ഞടിച്ചാൽ ഓരോ അടിയും മതിലിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർ വെച്ച നിയമമാണത്. ഒരു ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഭാഗത്ത് ബ്രസീലാണ്, മറുഭാഗത്ത് അർജന്റീനയാണ്. കളിക്കാർ 11 ഗ്രൗണ്ടിലേക്ക് വന്നു. കളി തുടങ്ങൂല. 3 ആളുകൾ വരാണ്ട് വടിയും കൊടിയുമായിട്ട് 2-3 ആളുകൾ വരും, വിസിലുമായിട്ട് വരും. അവർ വിസിലടിച്ചാലേ കളി തുടങ്ങും. എന്തിനാണ് അവർ വന്നത്? കളി നിയന്ത്രിക്കാൻ. എന്തേ ബ്രസീലിന് കളി അറിയില്ലേ? അർജന്റീനക്ക് കളി അറിയില്ലേ? നന്നായി കളി അറിയുന്ന ആളുകളല്ലേ? ലോകപ്രസിദ്ധരായ ഫുട്ബോൾ ആശാന്മാർ, കളി പഠിപ്പിച്ച കളിക്കാരല്ലേ? പിന്നെ എന്തിനാണ് അവരെ നിയന്ത്രിക്കാൻ ഒരു റഫറിമാരും ഒക്കെ? അതെ, ലോകത്തിലെ മനുഷ്യർക്ക് എപ്പോഴും അവരുടെ ജീവിതം സമാധാനപൂർണ്ണമാകണോ? കർശനമായ നിയമത്തിൻ്റെ പിൻബലം ഉണ്ടാവണം. ഇന്നലെ മിനിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ വന്ന ഒരു ലേഖനം, GCC രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലും നടപ്പാക്കിയാലേ നാട് സമാധാനമാവുകയുള്ളൂ. ഇതാണ് തലക്കെട്ട്. GCC എന്ന തലക്കെട്ട് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് എഴുതിയത് ഒരു മുസ്ലിം ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ എന്നൊക്കെ എഴുതുമായിരുന്നു. GCC എന്ന് എഴുതിയത് കൊണ്ട് ഞാനത് എഴുതിയത് ആരാണ് എന്നൊന്ന് പരിശോധിച്ചപ്പോൾ ആ പേര് അതൊരു മുസ്ലിമായ ആളുടെ പേരല്ല, ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ പേരാണ്. അദ്ദേഹം എഴുതിയത് ഗൾഫ് നാടുകളിലൊക്കെ വധശിക്ഷയ്ക്ക് ഒരാളെ കൊന്നുകളഞ്ഞാൽ തിരിച്ചയാളെ കൊല്ലുമെന്ന നിയമം കർശനമായി നടപ്പാക്കപ്പെടുന്നു. എന്നിട്ട് അതിന് താഴെ അദ്ദേഹം ഒരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരനായ ഒരാളെ തദ്ദേശീയരായ 4 ആളുകൾ കൊന്നു. ആ കൊന്ന 4 ആളുകളെ ഈ അടുത്ത് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. മരിച്ചത് ഇന്ത്യക്കാരനാ, ജോലിക്ക് വേണ്ടി ചെന്നവനാ. ചോദിക്കാനും പറയാനും അവിടെ ഏറെ ആളുകളൊന്നുമില്ല. പക്ഷെ പ്രതികൾ ആ നാട്ടുകാരാ, അവിടെ സ്വാധീനമുള്ളവരാ, ആ നാട്ടുകാരാ. അവർക്ക് ആളുകളുണ്ട്, പക്ഷേ അവർക്ക് മേൽ ശിക്ഷ നടപ്പാക്കപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ ഒരു കൊലപാതകത്തിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിയ ഒരു ചെറുപ്പക്കാരനെ സഹായിക്കാൻ കോടികൾ പിരിച്ച് നമ്മൾ പണമുണ്ടാക്കി അയച്ചു കൊടുത്തൂലേ? ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും ജയിലില്ല. എന്താ കാരണം എന്നറിയോ? ആ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റത്തിന് പകരം ഈ പണം വാങ്ങി ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കാമെന്ന് കോടതിക്ക് ബോധ്യമാകുന്നത് വരെ അയാൾ വീണ്ടും ഇന്നലെ മിനിഞ്ഞാന്ന് കേസ് വിളിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാവാനുണ്ട് എന്ന് പറഞ്ഞ് ആ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതായത് നിയമം എവിടെ കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ, ആ നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് എവിടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ അവിടെ സമാധാനമുണ്ടാവും. ഞാനൊരാഴ്ച മുമ്പ്, നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ദുബായിൽ UAE-യിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് ഞാൻ അയാളിൽ നിന്ന് അത്ഭുതകരമായ ഒരു പരാതി കേട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഓവർ സ്പീഡിന് പോലീസ് ഫൈൻ എഴുതാറുണ്ടല്ലേ? 60 കിലോമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ അനുവദിക്കപ്പെട്ട വേഗതക്കപ്പുറം വണ്ടി ഓടിച്ചു പോയാൽ ക്യാമറയിൽ കുടുങ്ങി ഫൈന് വരാറുണ്ട്. പക്ഷേ അവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് വേഗത കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവന് ഫൈന് വന്നു എന്നാ. അവിടെ ചില റോഡുകളിൽ, ദുബായിലൊക്കെ പോയ ആൾക്കാർക്കറിയാം, ചില ഹൈവേകളിൽ, ചില ട്രാക്കുകളിൽ വണ്ടി ഓടിക്കണമെങ്കിൽ മിനിമം ഇത്ര വേഗതയിൽ ഓടിച്ചോളണം. ഈ ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചു പോകെ പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നപ്പോൾ വണ്ടിയിൽ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ വേഗതയൊന്ന് കുറച്ചപ്പോൾ തൊട്ടു പിന്നാലെ വന്നിരുന്ന ഒരു പോലീസ് വണ്ടിയാണ് അയാളുടെ നമ്പർ ഫോട്ടോ എടുത്തത്. അയാൾക്ക് ഭീമമായ ഫൈന് വന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, കൃത്യമായ ഫൈനുള്ള നാടുകളിൽ അവിടെ അതിൻ്റേതായ സുസ്ഥിതിയും സമാധാനവും ഉണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ വഴിമാറിപ്പോകുന്ന ഒട്ടനേകം ഘടകങ്ങൾ, നിങ്ങളെ വഴിമാറ്റുന്ന ഘടകങ്ങൾ ഇവിടെയുണ്ട്. ലഹരിയുണ്ട്, വൃത്തികെട്ട സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗികമായ വല്ലാത്ത കൊടുങ്കാറ്റുകളുണ്ട്. ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1ാം വർഷ ഡിഗ്രി ക്ലാസ് ആരംഭിക്കുന്ന ദിവസം ഞാനൊരു കോളേജിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ അതിൻ്റെ മേലെ വലിയ ഒരു ബാനറുണ്ട്. ഞാൻ ആ ബാനർ വായിച്ചു, നവാഗതരെ
നവാഗതരെ, ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്ന നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ്. നവാഗതരെ താഴെ എഴുതിയ വരി എന്താണെന്നറിയുമോ? ഈ ഹാളിനോളം വലിപ്പമുള്ള വലിയ ബാനറിൽ താഴെ വരുത്തിയിരിക്കുന്ന വലിയ അക്ഷരങ്ങൾ: അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് സ്വാഗതം. ആ കോളേജിന്റെ ക്യാമ്പസിന് അതിരില്ല എന്നല്ല, മതിലില്ല എന്നല്ല, ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് ഹെക്ടറുകളുണ്ട് എന്നല്ല. അവിടെ അതിരുകളില്ല എന്ന് പറഞ്ഞാൽ അരുതുകളില്ല എന്നാ. അരുതുകളില്ല. വേണ്ടെന്ന് പറയാൻ, പാടില്ല എന്ന് പറയാൻ, ചീത്തയാണെന്ന് പറയാൻ, മോശമാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കേൾക്കേണ്ടതുണ്ട്, അല്ലാഹു തആല ഖുർആനിൽ 2 വിഭാഗം മനുഷ്യരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാര് 2 തരം മനുഷ്യരാ. അതിലൊരു വിഭാഗം ആരാണെന്നറിയുമോ? സകലമാന നിയമങ്ങളെയും ചവിട്ടിത്തെറിപ്പിച്ച് എന്നെ നിയന്ത്രിക്കാൻ ഒരു നിയമങ്ങളും വേണ്ട, അരുതെന്ന വാക്ക് എന്നോട് പറയുകയേ വേണ്ട. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണോ, എൻ്റെ കൊതി എന്താണോ, എൻ്റെ ഇഷ്ടം എന്താണോ, എൻ്റെ താല്പര്യം എന്താണോ അത് ഞാൻ ചെയ്യും. വിലക്കാൻ മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ വേണ്ട, മാതാപിതാക്കളുടെ വാക്കുകളുടെ വേലിക്കെട്ടുകൾ വേണ്ട, സമൂഹത്തിൻ്റെ സദാചാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ വേണ്ട. എനിക്കെൻ്റെ സ്വാതന്ത്ര്യം, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഈ ലോകത്തുണ്ട്. അത് പുതിയതല്ല, ആധുനികതമല്ല, പുതിയ ചിന്തയല്ല. അത് ലോകത്ത് പഴകിപ്പുളിച്ച പഴയ ആശയമാണ്. അതിൻ്റെ ആളുകൾ എന്നും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരുടെ നാളത്തെ സങ്കേതം, ചെന്ന് ചേരാനുള്ള സങ്കേതം തീരാവേദനയുടെ, കഠിനമായ ദുരന്തത്തിൻ്റെ അറ്റമില്ലാത്ത വേദനയുടെ നരകമാണ് കേട്ടോ അവരുടെ സങ്കേതമായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ആയത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. എന്നാൽ ഏതൊരു മനുഷ്യൻ അവൻ്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവുകയാണ്. അവൻ പേടിക്കുകയാണ്. എന്തിനെയാണ് പേടിക്കുന്നറിയുമോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായിട്ട് കണ്ട് ഒരു സെക്കൻഡ് പോലും മറഞ്ഞു പോകാതെ അത് കൃത്യമായി രേഖപ്പെടുത്തി അതെൻ്റെ രേഖയോട് അറ്റാച്ച് ചെയ്ത് നാളെ എൻ്റെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എൻ്റെ റബ്ബനോട് ചോദിക്കും. ആ ഇരുട്ടിൽ, ആ സ്ഥലത്ത്, ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ, ആ പാർക്കിൻ്റെ ഉള്ളിൽ, അവിടെ ആ ക്ലാസ് റൂമിൽ, ആ കോണിപ്പടിക്കപ്പുറത്ത് നീ ചെയ്ത ഈ കാര്യം എന്തിനാണ് നീ ചെയ്തത്? അതെൻ്റെ റബ്ബനോട് ചോദിക്കുമ്പോൾ എന്നെ ജീവനോളം സ്നേഹിച്ച എൻ്റെ ഉമ്മയുണ്ടവിടെ, എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ ബാപ്പയുണ്ടവിടെ, എന്നെ ഒരുപാട് ഇക്കാക്ക എന്ന് വിളിച്ച എൻ്റെ അനുജന്മാരും അനുജത്തിമാരുമുണ്ട്, സ്നേഹത്തോടെ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ വെള്ളക്കുപ്പായത്തെ ആദരിച്ച എൻ്റെ നാട്ടുകാരുണ്ട്. അവർക്ക് മുമ്പിലാണ് ഞാൻ ഈ ചെയ്ത വൃത്തികേട് പടച്ച റബ്ബ് എൻ്റെ മുമ്പിലേക്കിട്ട് വിചാരണ ആരംഭിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ എൻ്റെ നാവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നാവിനെ റബ്ബ് കുടുക്കിയിട്ടിട്ടുണ്ട്. അതിന് സംസാരിക്കാൻ പറ്റുന്നില്ല. പകരം ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ കൈകളാണ്, എൻ്റെ കാലുകളാണ്, എൻ്റെ തൊലിയാണ്. സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ എൻ്റെ തൊലിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ആ തൊലി പറയുന്നുണ്ട്, പണ്ട് ഭൂമിയിൽ നാവ് സംസാരിച്ചിരുന്നില്ലേ? ആ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്ന് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുക. നീ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നോ? നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ തൊട്ടടുത്ത് നരകമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നരകം കേവലം ഒരു തീക്കുണ്ടാരമല്ല. നരകത്തിന് ദേഷ്യമുണ്ട്. നരകം സംസാരിക്കുന്നുണ്ട്. പാപിയായ ഒരു മനുഷ്യനെ, കുറ്റം ചെയ്ത ഒരു മനുഷ്യനെ കാണുമ്പോൾ നരകം വല്ലാത്ത രൂപത്തിൽ കോപിച്ചു മറിയും. ഒരു കുറ്റവാളി, ഒരു പോലീസ് നായ കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസ് നായയെ കൊണ്ടുവരുമ്പോൾ ആ പോലീസ് നായ മണം പിടിക്കുന്ന കള്ളൻ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ കള്ളൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പോലീസ് നായയുടെ ഒരാക്രോശമുണ്ട്. കൂട്ടരെ, നരകത്തിൻ്റെ ഉടമസ്ഥരായി വരുന്ന ഓരോരുത്തരെ കാണുമ്പോഴും നരകത്തിനൊരു ഇളകിമറിയലുണ്ട്. അതിന് വല്ലാത്ത ഒരു ശക്തിയുണ്ട്. അതങ്ങനെ നരകത്തിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുന്ന ആ സമയത്ത് പടച്ച റബ്ബേ, ഈ പ്രവൃത്തി ചെയ്ത് ആ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ആ നിൽക്കുന്ന അവസരമുണ്ടല്ലോ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നു ചിന്തിച്ച് അവനവൻ്റെ മനസ്സിനോട് പറയും, പ്രിയപ്പെട്ട മനസ്സേ, നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സന്തോഷകരമാണ്, ആനന്ദകരമാണ്, പക്ഷേ ഇവിടെ വേണ്ട എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. നാളെ സ്വർഗത്തിൽ നമുക്കതാവാം. ആ സ്വർഗത്തിൽ അനുഭൂതിയുടെ അനന്ത ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്കത് വേണ്ട എന്നവൻ തീരുമാനിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ദിവസത്തിനെ പേടിച്ച് ആ
തെറ്റിലേക്ക് പോകാതെ അതിൽ നിന്ന് മാറി നിന്നവനുണ്ടല്ലോ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവൻ്റെ ഈ കുറഞ്ഞ കാലത്ത് 20, 30, 40, 50, 60, 70 കൊല്ലത്തെ അവൻ്റെ കുറഞ്ഞ ജീവിതത്തിന് ശേഷം അവനെ കാത്തിരിക്കുന്നത് അനശ്വരമായ സ്വർഗമാണ്. ഏതാഗ്രഹങ്ങളും എത്ര ഉപയോഗിച്ചാലും മതിവരാത്ത, മടുപ്പ് വരാത്ത, അറ്റമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, മരണമില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, പേടിയില്ലാത്ത, നിരാശയില്ലാത്ത, എന്തിനേറെ മലമൂത്ര വിസർജനങ്ങൾ പോലുമില്ലാത്ത അനുഭൂതികളുടേതു മാത്രമായ ഈ ലോകത്തിലെ മുഴുവൻ പണവും സ്വരൂപിച്ച്, ഈ ലോകത്തിലെ മുഴുവൻ പണവും സ്വരൂപിച്ച് സ്വർഗത്തിൽ ഒരിത്തിരി മണ്ണ് വാങ്ങാൻ ആരെങ്കിലും സ്വർഗത്തിലെത്തിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ ഈ ഭൂമിയിലെ സകല സമ്പത്ത് കൊണ്ടും ആവുകയില്ല എന്ന് പറഞ്ഞ സ്വർഗത്തിൽ കോടീശ്വരന്മാരായി നമുക്ക് പോകണ്ടേ? ആ സ്വർഗത്തിൽ ഒരടി വെക്കാനുള്ള സ്ഥലം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കോടീശ്വരനായി എന്നാണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും കോടീശ്വരനാവാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ടല്ലോ, നവോത്ഥാനത്തിന് പ്രവാചകന്റെ മാതൃക. ലോകത്തിലെ നവോത്ഥാനത്തിന് പ്രവാചകന്റെ മാതൃക ഇതാണ്. പരലോകത്തെ പറ്റി പഠിപ്പിച്ച്, അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ച്, നരകസ്വർഗങ്ങൾ പടഞ്ഞുകൊടുത്ത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റത്തിന്റെ കൊടുങ്കാറ്റുണ്ടല്ലോ, ആ കൊടുങ്കാറ്റാണ് ശരിയായ നവോത്ഥാനത്തിന്റെ വഴി എന്ന് പഠിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞുള്ള ക്യാമ്പയിനുകളിൽ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുക. പ്രവാചകന്റെ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാ ഗുലാം യഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കാൻ തയ്യാറായാൽ യഹ്ഫദുക, പാപത്തിന്റെ പെരുങ്കുഴിയിലേക്ക് വീട് പോകാതെ അള്ളാഹുവിൻ്റെ കാവൽ നിന്റെ കൂടെ ഉണ്ടാകും എന്നത് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോട് നമ്മുടെ മക്കളെ നിയമങ്ങൾ പാലിക്കുന്നവരാക്കി നമ്മൾ വളർത്തണം. നമ്മൾ കൂടി കൈയൊഴിഞ്ഞാൽ, ബാപ്പ പറയാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂല, ഉമ്മ പറയുന്നത് ഞാൻ കുറെ പറഞ്ഞു, ഞാൻ പറച്ചിൽ നിർത്തി, പിന്നെ ആരാണ് കൂട്ടരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക? നന്മ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല. എന്നാൽ തിന്മയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സിനിമകളുണ്ട്, അവർക്ക് സാഹിത്യങ്ങളുണ്ട്, അവർക്ക് രാഷ്ട്രീയങ്ങളുണ്ട്, അവർക്ക് കൂട്ടുകെട്ടുകളുണ്ട്, അവർക്ക് ചർച്ചകളുണ്ട്, ഓൺലൈനുകളുണ്ട്, ഇന്റർനെറ്റുകളുണ്ട്. അവിടെയൊക്കെ തിന്മകളുടെ വലിയ പാഠങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അരുതെന്ന് പറയാൻ, വേണ്ട എന്ന് പറയാൻ, അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണ്ടേ? നാളെ മഹ്ശറയിൽ കത്തുന്ന സൂര്യന്റെ കീഴെ നമ്മൾ വിയർത്തൊഴുകി ഉരുകി ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 7 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിന്റെ തണൽ കൊടുത്ത് അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഹദീസ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. അതിലൊരു വിഭാഗം ആരാണെന്നറിയുമോ? ഈ ചെറുപ്പക്കാരനും ഈ ചെറുപ്പക്കാരിയുമാണ്. റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി. എന്താ പ്രത്യേകത? ദഅതുഹും റഅത്തുൻ, അവനെ, ആ ചെറുപ്പക്കാരനെ ഒരു സ്ത്രീ, ഒരു വേണ്ടാത്തരത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീ അവനെ വിളിക്കുകയാണ്. വെറും സ്ത്രീയല്ല, അങ്ങാടിയിലൂടെ കയറി ഇറങ്ങുന്ന ആര് വിളിച്ചാലും പോകുന്ന സ്ത്രീയല്ല. നല്ല തറവാടിയായ പളുങ്കുപോലെ പരിശുദ്ധയായ നല്ല സുന്ദരിയായ, ആര് കണ്ടാലും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അനുകൂലമായ ഒരു സമയത്ത്, ആരുമറിയാത്ത സമയത്ത് ഈ ചെറുപ്പക്കാരനെ ഒരു തെറ്റിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ നാട്ടുകാർ കാണുമെന്ന പേടിയല്ല, മാതാപിതാക്കൾ അറിയുമെന്ന പേടിയല്ല. ആ ചെറുപ്പക്കാരൻ്റെ നാവിലെ മറുപടി എന്താണെന്നറിയുമോ? ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ വന്നാൽ ജീവിതകാലം മുഴുവനും സങ്കടത്തിന്റെ കടലിലേക്കായിരിക്കും അതെന്നെ വലിച്ചെറിയുക. അതിനപ്പുറം നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി റബ്ബിനോട് ഞാൻ കണക്ക് പറയുമ്പോൾ എന്നെ ജീവനോളം സ്നേഹിച്ച ബാപ്പയും ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ടവളും കുടുംബവും അവരെയൊക്കെ ചതിച്ചവനാണ് ഞാനെന്ന് റബ്ബിന്റെ മുമ്പിലെ വിചാരണയിൽ നാളെ ഞാൻ വിളിച്ചു പറയേണ്ട ആ വല്ലാത്ത ദുരന്തത്തിന്റെ ദിവസം എന്നെ പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിക്കോ ധൈര്യമുണ്ടായാൽ അവർക്കാണ് അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണല് എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം പല ജാതി അധാർമികതയിലേക്ക് കോപ്പുകുത്തുമ്പോൾ രക്ഷപ്പെടാൻ ഒരു ചെറിയ തുരുമ്പെങ്കിലും അന്വേഷിക്കുന്നുണ്ടോന്നെങ്കിൽ എങ്കിൽ അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മുടെ മുമ്പിൽ വെച്ച വെറും തുരുമ്പല്ല, പിടിച്ചാൽ പൊട്ടിപ്പോകാത്ത വലിയ 2 കയറുകളുണ്ട്. ഇരുമ്പിൻ്റെ കയറിനേക്കാൾ ദൃഢമായ 2 കയറുകൾ മുറുക്ക പിടിക്കാൻ റെഡിയാണെങ്കിൽ ഏത് കുത്തൊഴുക്കിലും കാലിടറാതെ പിടിച്ചു നിൽക്കാം. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ ലൻ
തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളെ അനാഥരാക്കിയിട്ടല്ല, രണ്ട് കാര്യങ്ങൾ വെച്ച് പോകുന്നുണ്ട്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വഴി തെറ്റുകയില്ല. മുറുകെ പിടിച്ചോളൂ. തിന്മയുടെ കൊടുങ്കാറ്റുണ്ടാവട്ടെ, അധാർമികതയുടെ പെരുമഴയുണ്ടാവട്ടെ, നമ്മുടെ മുമ്പിൽ ഭദ്രമായ കയറുകളുണ്ട്. ഖുർആനും സുന്നത്തുമാണ്. ചെറുപ്പക്കാരികളെ, 6-ാം നൂറ്റാണ്ടിലെ നിയമമെന്ന് പലരും കളിയാക്കുമ്പോഴും ആ കളിയാക്കുന്നവർ ആഗ്രഹിച്ചു പോകുന്നു. 6-ാം നൂറ്റാണ്ടിലെ നിയമം ഇന്ന് ലോകത്ത് നടപ്പിലാക്കപ്പെട്ടെങ്കിൽ സമാധാനം കിട്ടുമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് അവരെ ആഗ്രഹിപ്പിക്കുന്ന 15 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെങ്കിലും 17ൻ്റെ സൗന്ദര്യത്തോടുകൂടി ആ നിയമം ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മളാണ് മാതൃകയാവേണ്ടത്, നമ്മളാണ് പഠിക്കേണ്ടത്, നമ്മളാണ് ജീവിതത്തോട് ചേർക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ നിയമത്തെ ചേർത്ത് പിടിച്ചോളൂ, സമാധാനമുണ്ടാകും. ഈ നിയമത്തെ ചേർത്ത് പിടിച്ചോളൂ, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ആശ്വാസമുണ്ടാവും. ഈ നിയമത്തിൽ നിന്ന് പിടിവിട്ടാൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റുകയില്ല എന്ന് ജീവിതം കൊണ്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാവട്ടെ. പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ചുങ്കത്തറയിലെ നജാത്തുൽ അനാമിനെ കുറിച്ചാണ്. 150 കുട്ടികളുണ്ട്. സാമ്പത്തികമായ ഒരു വലിയ പ്രയാസം മുൻകാലങ്ങളെക്കാൾ ഇപ്പോഴുണ്ട്. നിങ്ങൾ പലരും ആ സ്ഥാപനത്തെ സഹായിക്കുന്നവരാണ്. ഇനിയും സഹായിക്കണം. നിങ്ങളുടെ സക്കാത്തുകളിൽ, നിങ്ങളുടെ സദക്കകളിൽ, നിങ്ങളുടെ ദാനങ്ങളിൽ, നിങ്ങളുടെ ഫിദിയകളിൽ, നിങ്ങളുടെ നേർച്ചകളിൽ ആ സ്ഥാപനത്തിൻ്റെ പേരുണ്ടാവണം. എന്നെയോ സ്ഥാപനവുമായിട്ടോ സാധിക്കുന്നത് പോലെ എപ്പോൾ ബന്ധപ്പെട്ടാലും ആ സഹായം സ്ഥാപനത്തിലേക്ക് എത്തും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ധാർമ്മികതയുടെ നല്ല ലോകത്ത് നന്നായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൗമാരങ്ങളും യൗവനങ്ങളും അപകടം പിടിച്ച കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മതത്തിനെ സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, തളർന്നു പോകുമ്പോൾ താങ്ങാവുന്ന, പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. അവർക്ക് മാതാപിതാക്കളിൽ ആശ്വാസം കണ്ടെത്താനും ആ മാതാപിതാക്കൾ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന നല്ല മാതാപിതാക്കളുടെ മക്കളാവാൻ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾക്കും യുവതികൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആധുനികതയുടെ നിരീശ്വരവാദത്തിൻ്റെ പേരിൽ അവരെ കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന എല്ലാ ചതിക്കുഴികളിൽ നിന്നും വിവേകത്തിൻ്റെ കരുത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ നന്മകളും ഏറ്റവും നല്ല രൂപത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് അവസരം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.